ഷെയ്ഖുന സൈനുൽ മുഹഖിഖീൻ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ. തികഞ്ഞ പാണ്ഡിത്യം, ആത്മീയ രംഗത്തെ വിനയാന്വിത നേതൃത്വം. കാസർഗോഡ് ജില്ലയുടെയും ദക്ഷിണ കർണാടകയുടെയും പ്രാസ്ഥാനിക ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തിയ സയ്യിദ്. ഒരു നാടിൻ്റെ മിടിപ്പറിഞ്ഞ് വൈജ്ഞാനിക കാരുണ്യ മേഖലയിൽ വിപ്ലവം കൊയ്ത ജനനായകരായിരുന്നു സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ. അഭയമറ്റവർക്ക് ആശ്രയം നൽകി അഗതികൾക്കും അനാഥകൾക്കും സനാതത്വം പകർന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമായിരുന്ന അനേകമായിരം കുരുന്നുമക്കളെ അറിവും മന്നവും നൽകി കൈപ്പിടിച്ചുയർത്തിയ ചരിത്ര നിയോഗമായിരുന്നു തങ്ങളുടേത്. അവർ വിത്തുപാകി നട്ടുനനച്ച മുഹിമ്മാത്ത് ഇന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. 1992 സ്ഥാപിതമായ മുഹിമ്മാത്ത് ഇന്ന് 55 ഏക്കറിൽ 3500ഓളം വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശാലമായ ക്യാമ്പസായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലകളിൽ വിവിധ സംരംഭങ്ങളാണ് മുഹിമ്മാത്ത് നാടിന് സമർപ്പിച്ചത്. പാരമ്പര്യ മതപഠന പരിശീലനത്തിലൂടെ ഉന്നത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ ഹിമമി പണ്ഡിതരെ വാർത്തെടുക്കുന്ന കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസ്, ഇസ്ലാമിക പ്രബോധനത്തിനായി പ്രതിഭകളായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് സമഗ്ര പരിശീലനം നൽകി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് നയിക്കുന്ന ബോയ്സ് ഗാർഡൻ, അനാഥർ, നിർധനർ എന്നിവരുടെ വിദ്യാഭ്യാസവും താമസവും ഭക്ഷണവും വസ്ത്രവും ചികിത്സയും ഏറ്റെടുക്കുന്നു. അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസവും ജീവിതവും ഏറ്റെടുത്ത് അവർക്ക് തണലൊരുക്കുന്ന സ്ഥാപനം ദാറുൽ ഹബീബ് ഓർഫൻ ഗാർഡൻ. സ്കൂൾ പഠനത്തോടൊപ്പം 5 വർഷം കൊണ്ട് ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ അവസരമൊരുക്കുന്ന അക്കാഡമി ഓഫ് ഖുർആൻ സ്റ്റഡീസ്. ജീവിത മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുകയും പുതിയ ഉപരിപഠന സാധ്യതകൾ ഉള്ളിവയ്ക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാനും വളരാനും സുരക്ഷിതമായ ക്യാമ്പസായി എജു വില്ലേജ് ഫോർ ഗേൾസ്. മികച്ച നിലവാരമുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ. പഠനത്തിനും പാഠ്യേതര വിഷയത്തിലും മലയാളം, കന്നഡ, ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി 4000ഓളം വിദ്യാർത്ഥികൾ മികച്ച നിലവാരമുള്ള ഹയർ സെക്കൻഡറി പഠനം നടത്തുന്ന മുഹിമ്മാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ. പല കാരണങ്ങളാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വൃദ്ധർക്കും രോഗികൾക്കും താമസവും ഭക്ഷണവും ചികിത്സയും പൂർണ്ണമായും സൗജന്യമായി നൽകുന്ന മുഹിമ്മാത്ത് സേഫ് ഹോം തുടങ്ങി മുഹിമ്മാത്ത് കമ്മ്യൂണിറ്റി ഹാൾ, മുഹിമ്മാത്ത് ന്യൂസ് പോർട്ടൽ തുടങ്ങി വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ മുഹിമ്മാത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വൈജ്ഞാനിക മുന്നേറ്റത്തിന് കരുത്തു പകരാനായി നിങ്ങൾക്കാവുന്ന ഒരു സ്നേഹ കരുതൽ ഹദിയയായി നൽകാനാവുമെങ്കിൽ അറിയിക്കുമല്ലോ. അഗതികളും അനാഥകളും ഹാഫിളീങ്ങളും മുതഅല്ലിമീങ്ങളും അടങ്ങുന്ന ആയിരങ്ങളുടെ അകം തൊട്ട പ്രാർത്ഥനകളിൽ മുഹിമ്മാത്തിന്റെ സഹകാരികളായ നിങ്ങളുമുണ്ടാകും തീർച്ച.